ഫ്രോം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഒരു പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ തോട്ടാണ്. ഞാൻ ഇന്ന് ആദ്യം ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ശരീരമാണോ അതോ മനസ്സാണോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു ചോദ്യത്തെ പറ്റി? ശരീരമാണോ മനസ്സാണോ നമ്മളെ നിയന്ത്രിക്കുന്നത്? ഉത്തരം ഞാൻ തന്നെ പറയാം. നമ്മളെ നിയന്ത്രിക്കേണ്ടത് മനസ്സാണ്, ശരീരമല്ല. നമ്മൾ ചെയ്തു കൂട്ടുന്ന പല പാപങ്ങളുടെയും കാരണം നമ്മളെ നിയന്ത്രിക്കുന്നത് ശരീരമായതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമ്മൾക്ക് പാപത്തിൽ വീഴേണ്ടി വരുന്നത്. എന്നാൽ നമ്മൾ നിയന്ത്രിക്കുന്നത് മനസ്സാണെങ്കിൽ നമുക്ക് ഒരുപാട് പാപത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ അല്ലെങ്കിൽ ദൂരെ നിൽക്കാൻ സാധിക്കും. ഞാൻ ഒരു ഉത്തമ ഉദാഹരണം പറയാം. അതായത് പ്രത്യേകിച്ച് ടീനേജ് ഗ്രൂപ്പിലും അതുപോലെ പല ഏജുകളിലും കാണാൻ പറ്റുന്ന ഒരു പ്രവണതയാണ് ശരീരത്തിൻ്റെ പാപങ്ങൾ. പ്രത്യേകിച്ച് ടീനേജേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മാസ്ട്രബേഷൻ, അതുപോലെ പല സെക്ഷൽ ഫീലിങ്സ് ഒക്കെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. അവർക്ക് മനസ്സുകൊണ്ട് അറിയാം ഇത് ചെയ്യുന്നത് പാപമാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സുകൊണ്ട് അറിയാം. അതുപോലെ ഡ്രഗ്സ് ആയാലും അതുപോലെ ഉള്ള പല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പാപങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടും അറിയാതെ ചെയ്യുന്ന ചില പാപങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ റീസൺ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ബോഡി ആയതുകൊണ്ടാണ്. നമ്മുടെ ബോഡിയുടെ പ്ലെഷേഴ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയാം എന്നാൽ പോലും അറിയാതെ ചെയ്തു പോകുന്ന ചില പാപങ്ങളാണിത്. മനസ്സ് ആണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ നമുക്ക് അത്തരം പാപങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും. ഈ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ഒരു മോറൽ വാല്യൂ, ഒരു എത്തിക്കൽ വാല്യൂവിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് വരിക. പക്ഷെ പലപ്പോഴും ഇതിനെ കീഴ്പ്പെട്ട് പോകുന്നതിൻ്റെ കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ചില പ്ലെഷേഴ്സ് നമുക്ക് ഫുൾഫിൽ ചെയ്യണം. അതുകൊണ്ട് അറിയാമെങ്കിൽ പോലും കുറ്റബോധമുണ്ട്, പിന്നീട് കുറ്റബോധത്തിലേക്ക് അത് നയിക്കുമെങ്കിൽ പോലും നമ്മൾ ആ പാപത്തിൽ അകപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ വി ആർ കൺട്രോൾഡ് ബൈ അവർ ബോഡി. അതുകൊണ്ട് ബോഡിയുടെ പ്ലെഷേഴ്സ് അല്ലെങ്കിൽ ബോഡിയുടെ കൺട്രോളിലല്ല ഒരിക്കലും മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ഇത് സ്പിരിച്വാലിറ്റിയിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ മടി തോന്നുക, മുട്ടുകുത്താൻ മടി തോന്നുക. ജപമാല ചൊല്ലുമ്പോൾ പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് മുട്ടുകുത്താൻ താല്പര്യമില്ല. പലപ്പോഴും നമ്മൾ ഏതൊരു കസേരയിൽ ഇരുന്നൊക്കെ ആയിരിക്കും ജപമാലയൊക്കെ ചെല്ലുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഹമ്പിൾനെസ് നമുക്കറിയാം ഹമ്പിൾ ആകണം. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഹമ്പിൾ ആവണം. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈഗോ, പ്രൈഡ്, ഇത്തരം നമ്മുടെ ഒരു ബിയാറ്റിറ്റ്യൂഡ്സ് ഒക്കെ നമ്മുടെ ഈ ഒരു ബോഡിയുടെ കൺട്രോളിലായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ബിയാറ്റിറ്റ്യൂഡ്സിന് നമ്മൾ കീഴ്പ്പെട്ട് പോകുന്നത്. അതേസമയം നമ്മുടെ മൈൻഡാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇത്തരം അവസ്ഥയിൽ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. നമ്മുടെ വിൽ പവറിലാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 90 വയസ്സായവർ പോലും ഡാൻസ് ചെയ്യുന്നുണ്ട്, 90 വയസ്സായവർ പോലും മാരത്തോൺ റേസിൽ പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത്? അവർക്കറിയാം അവരുടെ ശരീരം അവരെ പലപ്പോഴും പിൻവലിക്കുന്നുണ്ടാകാം. പക്ഷെ മനസ്സിൻ്റെ ശക്തി, മനസ്സാണ് അവരെ നിയന്ത്രിക്കുന്നത്. ആ മനസ്സിനനുസരിച്ച് അവർ അവരുടെ ശരീരത്തെ ഫോം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ മനസ്സ് സ്ട്രോങ് ആണെങ്കിൽ, നമ്മുടെ മനസ്സിൽ ആ ഒരു വിൽ പവർ ഉണ്ട്, ഐ ക്യാൻ ഡു ഇറ്റ് എന്നൊരു വിൽ പവർ നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിന്നും ഏതൊരു പാപത്തിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും. നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ച് ഏത് പാപത്തിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ തോട്ടാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇതിനൊട്ടും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ പലപ്പോഴും ഇത് ഫോളോ ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ ഇതാണ്. നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ എന്നും ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് നമ്മളെയൊക്കെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇത്തരം പാപത്തിൽ നിന്നൊക്കെ നമുക്ക് മാറി നിന്ന് നമ്മുടെ മനസ്സിന് കൂടുതൽ ശക്തി കൊടുത്ത് നമുക്ക് മെൻ്റലി സ്ട്രോങ് ആവാൻ സാധിക്കും.